രീതിയിലൊന്ന് മാവ് കുഴച്ച് നോക്കൂ. ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത് വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല പഞ്ഞി പോലെ ഉണ്ടാവും കേട്ടോ. അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ ചേരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കുക്കർ യൂസ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ചധികം പുട്ടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കറ വീഴാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് നല്ല ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ഉണങ്ങിയിട്ടുള്ള കുറച്ച് കേടായ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതി മതി. അതിൻ്റെ ആ ഒരു ജ്യൂസ് നമ്മൾ ഇതുപോലെ കുക്കറിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക, എല്ലായിടത്തും ഒന്നും ആക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് പൊടിയുപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളിയൊക്കെ ഡിഷ് വാഷ് ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അതിങ്ങനെ കഴുകുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും ഒരു പതയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനായിട്ട് നല്ല പുതിയ കുക്കർ പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതുപോലെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീനാക്കി നോക്കൂ കേട്ടോ. ഈ കുക്കർ ഇപ്പോൾ എത്രത്തോളം ക്ലീനായി എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനിയപ്പോൾ അടുത്ത ടിപ്പ് കാണാം. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുക്കറിൽ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് വിസിലടിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കുറച്ചൊക്കെ പുറത്തേക്ക് വരില്ലേ, അപ്പോൾ ആ മൂടിയിലൊക്കെ ആകെ ആവും. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിന് നടുവിൽ കുറച്ച് പഴയ തുണിയുടെ പീസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ വിസിലടിക്കുന്ന സമയത്ത് അത് ആ ഒരു തുണിയിൽ മാത്രമേ ആവുള്ളൂ, കുക്കറിലോട്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ്. അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തത് മിക്സിയുടെ ജാറൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. അതിന് വേണ്ടത് ഇതുപോലെ 3 ക്ലിപ്പുകളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ജാറ് പിടിച്ചിട്ട് 3 ക്ലിപ്പുകളും കൂടെ ഇട്ട് കൊടുക്കുക. 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം ഇട്ടാൽ കൂടുതൽ നല്ലതാണ്, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് നല്ലൊരു എയർ സർക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കമഴ്ത്തി വയ്ക്കുമ്പോൾ ഒട്ടും ഇങ്ങനെ എയർ സർക്കുലേഷൻ ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോൾ നമുക്ക് വേഗം ഉണങ്ങി കിട്ടണമെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. ഇനി അടുത്തത് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിക്കുള്ള മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ചപ്പാത്തി വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മളതുപോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു ചോപ്പറാണ്. അപ്പോൾ ചോപ്പറൊക്കെ ഇപ്പോൾ ഏറ്റവും മിക്കവാറും എല്ലാവരും തന്നെ യൂസ് ആക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചോപ്പറുകളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ മിക്സി യൂസ് ചെയ്തും ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കറണ്ടൊക്കെ ചിലവല്ല. അപ്പോൾ ഇതാവുമ്പോൾ അതും പ്രശ്നമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് വലുപ്പമുള്ളൊരു ചോപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിനിതുപോലെ 2 ബ്ലേഡായിട്ടാണ് ഉള്ളത്. അത് ഞാനിങ്ങനെ ഒന്നിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ചോപ്പറിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കുന്ന ടൈമിൽ വിരൽ വെച്ചിട്ട് ആ ഒരു ടോപ്പ് ഭാഗം ഉണ്ടല്ലോ ബ്ലേഡിൻ്റെ, അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ബ്ലേഡ് തെന്നി മാറാതിരിക്കാനും അതുപോലെ തന്നെ പൊടി അതിൻ്റെ ഉള്ളിലോട്ട് വീഴാതിരിക്കാനും നല്ലതാണ്. എന്നിട്ട് ഇതേപോലെ കുറച്ച് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മാത്രം ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തത്. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ചോപ്പറിൻ്റെ മൂടി അടച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്ന് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് മാവായിട്ടുള്ളത്. അപ്പോൾ വെള്ളം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഞാനൊന്ന് ചേർത്തിട്ട് ഇതേപോലെ ഒന്നുകൂടെ അടച്ച് വലിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ മിക്സിയിലൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതേ രീതിയിൽ തന്നെ മാവ് സെറ്റായിട്ട് കിട്ടും. പിന്നെ വെറുതെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്നിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയാൽ മാത്രം മതി. ഇത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചാലും ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാൻ പോവാണ്. ഇനി നമുക്കിത് പരത്താൻ പ്രസ്സില്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡ് സ്റ്റീലിൻ്റെ എടുത്തിട്ട് അതിലാണ് ഓയിൽ തടവുന്നത്. അതിന് പകരം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിൽ ഓയിൽ തടവിയാലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2ൻ്റെയും ബാക്കിൽ ഓയിൽ തടവിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ തവണയാകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് പരന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ 2 വട്ടം കൂടെ ഇതുപോലെ ഒന്ന് ഓയിൽ തടവിയിട്ട്
ഒന്നിങ്ങനെ ശക്തിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ സൈഡിലും ഒന്ന് പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ എന്താ പറയുക ഒരു റോളർ വെച്ചിട്ട് പരത്തുന്ന അത്രയ്ക്ക് അങ്ങോട്ട് നൈസായിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ മോശമില്ലാതെ നമുക്ക് ഈ ഒരു കനത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഇതേപോലെ തവയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ആവുന്ന സമയത്ത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ അതൊന്ന് മറിച്ചിട്ടിട്ട് എണ്ണയൊക്കെ തടവണം എന്നുള്ളവർക്ക് തടവാം. ഞാനിപ്പോൾ ഒരു നെയ്യിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താണ് കേട്ടോ. നെയ്യ് ഇവിടെ എല്ലാവർക്കും നെയ്യിൻ്റെ ഒരു മണം ഇഷ്ടമാണ്, അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിന് പകരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഓയിൽ കവർ വെച്ചിട്ടുള്ള മെത്തേഡ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പരത്തിയെടുക്കാം. ഇനി റോളർ വെച്ച് പൊടി തട്ടിയിട്ട് ഒട്ട് എണ്ണയില്ലാണ്ടും നമുക്ക് പരത്തിയെടുക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം. ഇനി അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കേട്ടോ. ഇതുപോലെ ചോപ്പറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബ്ലേഡ് കൂടാതെ ഈ ഒരു സംഭവം കൂടെ ഉണ്ട്. അതെങ്ങനെയാണ് എന്തിനാണ് യൂസ് ആക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതിൻ്റെ ത്രെഡ് പൊട്ടുമ്പോൾ റിപ്പയർ ആക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തൈരൊക്കെ കടഞ്ഞിട്ട് മോരാക്കില്ലേ, അതുപോലെ ബട്ടറൊക്കെ എടുക്കില്ലേ, അതിനൊക്കെ യൂസ് ആക്കാനുള്ളതാണ് ഈ ഒരു സംഭവം. ഇത് വെച്ചിട്ട് നമ്മൾ തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ മിക്സിയിൽ അടിക്കുന്നതിന് പകരം ചോപ്പറിൽ ഇതുപോലെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെണ്ണയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നല്ല പാൽപ്പാടയൊക്കെ ഇട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ തിരിക്കില്ലേ മിക്സിയിൽ, അതിന് പകരം നമുക്ക് ഈ ചോപ്പർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അതിനാണ് ഇത് യൂസ് ആക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അധികം പാടയൊന്നും ഇല്ലാത്ത സാധാരണ തൈരാണ്, അതുകൊണ്ട് കണ്ടില്ലേ ഇതുപോലെ മോര് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്ത ടിപ്പിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ 4 ബോട്ടിൽ ക്യാപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. വല്ലാതെ ഫ്ലാറ്റാണത്. നിലത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക താഴത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അരിഞ്ഞ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഇങ്ങോട്ട് എടുക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ തട്ടിയെടുക്കുമ്പോൾ നല്ല സ്ലിം ആയതാവുമ്പോൾ ഇങ്ങനെ തട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിന് കുറച്ച് ഹൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇത് വെച്ചിട്ട് ട്രിക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിലും ഞാനിത് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് ഗം ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഇത് വെച്ചിട്ട് ഗമ്മാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഒട്ടിയിരിക്കും. ഇതിന് നമുക്ക് ആവശ്യമുള്ള ഒരു ഹൈറ്റും കിട്ടും. ഇനി ഒന്ന് യൂസ് ആക്കി നോക്കൂ. വളരെ ഈസിയാണ് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിങ്ങനെ എടുക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ചപ്പാത്തിക്ക് ഇത് വെച്ചിട്ട് പരത്തുന്നവരാണെങ്കിലും ഇതുപോലെ കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. പരത്തുമ്പോൾ നല്ലൊരു സുഖം തോന്നും. അപ്പോൾ വല്ലാതെ സ്ലിം ആയിട്ടുള്ള കട്ടിംഗ് ബോർഡൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഹൈറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പും താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവില്ല. തോന്നുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ചപ്പാത്തി പലകയാണെങ്കിലും അതിൻ്റെ ബാക്കിലും ഉണ്ടാവില്ലേ ഇതുപോലെ. അപ്പോൾ അത് ഒരെണ്ണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരെണ്ണം നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്